പേരില്ല, മരിച്ചവരുടെ പേരില്ല. ആരാ മരിച്ചവർ? ആദാമ്യവർഗം മൊത്തം മരണം ജന്മാവകാശമായി ഏറ്റെടുത്തവരാ. അവരുടെ പേരെഴുതുകയില്ല. ആദാമ്യ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമ ധരിക്കുവാൻ തക്കവണ്ണം നസറേനായ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, അവന്റെ വചനത്താൽ വീണ്ടും ജനനം പ്രാപിച്ച, അവനിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരുടെ മാത്രം പേരെഴുതുന്ന പുസ്തകമാണ് ജീവന്റെ പുസ്തകം. ആരുടെ പേരില്ല? മരിച്ചവരുടെ പേരില്ല. ആരാ മരിച്ചവർ? അപ്പന്റെ ഭവനം വിട്ട് അകലങ്ങളിലേക്ക് പോയ സകല പുള്ളികളും മരിച്ചവരാണ്. അങ്ങനെയുള്ളവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുകയില്ല. അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നാൽ നിന്റെ പേര് മരിച്ചവരുടെ ലിസ്റ്റിൽ നിന്ന് മായിച്ച് ജീവന്റെ പുസ്തകത്തിൽ എഴുതുകയായി. പ്രൈസ് ദി ലോർഡ്. ആരാ മരിച്ചവർ? വിശുദ്ധ പൗലോസ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിക്കാം. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്തെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. മതി. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ, ഒരു കാലത്ത് ക്രമം കെട്ട ജീവിതത്താൽ, അതിക്രമങ്ങളാൽ, പാപങ്ങളാൽ മരണപ്പെട്ട് കിടന്ന നമ്മെ മരണത്തിന്റെ അധീനതയിൽ നിന്ന് വിടുവിച്ച് ജീവന്റെ ദാതാവായ ക്രിസ്തുവിങ്കിൽ നിന്ന് ജീവൻ ഏറ്റെടുക്കുവാൻ ഭാഗ്യം ലഭിച്ചു. കരങ്ങളെ ഉയർത്തി നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. അങ്ങനെ നസ്രേനായ യേശു മുഖാന്തരമായി പാപപരിഹാരം വരുത്തി എന്നെയും നിങ്ങളെയും ജീവന്റെ ഉറവയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ജീവന്റെ പുസ്തകത്തിൽ പേര് വന്നു. ആരുടെ പേരില്ല? മരിച്ചവരുടെ പേരില്ല. ആരാ മരിച്ചത്? തിമോത്തിയോസിന്റെ ലേഖനം എടുക്കാം. 1 തിമോത്തി 5-ാം അധ്യായം അതിന്റെ 6-ാമത് വാക്യം വായിക്കാം. 1 തിമോത്തി 5-ാം അധ്യായം 6-ാമത് വാക്യം. കാമുകിയായവളോ ജീവിച്ചിരിക്കെ തന്നെ ചത്തവൾ. ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവൾ. ഇന്ന് രാത്രിയിൽ അവരവരെ തന്നെ ശോധന ചെയ്തോണം. പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വയശോധന നടക്കുകയും കൂടെ ചെയ്യണം. രക്ഷിക്കപ്പെടുന്നവരൊരു ഗുണം ചെയ്തേക്കണം. ആ പേനായുടെ തുഞ്ചും കൂടെ, ആ മോനയും കൂടെ, ആ നിപ്പും കൂടെ അങ്ങ് രക്ഷിക്കപ്പെട്ടേക്കണം. അപ്പോ പക്വതമായ ഹൃദയത്തിൽ നിന്ന് പക്വമായതേ പുറത്തു വരൂ. അവനവന്റെ കലത്തിലുള്ളതല്ലയോ കുഞ്ഞെ അവനവന്റെ തവിയിലോട്ട് വരുന്നത്. കലത്തിൽ കഞ്ഞിയാണെങ്കിൽ തവിയിൽ ചീനി വരുവോ? കപ്പ വരത്തില്ല. തവിയിൽ കഞ്ഞിയെ വരൂ. കലത്തിൽ മീനാണെങ്കിൽ തവിയിൽ മീനെ വരൂ. നിന്റെ അകത്ത് ദൈവികമില്ലായ്മയാണെങ്കിൽ നിന്റെ പേനായാലും അതേ ഇറങ്ങി വരൂ. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായോന്ന്? ഇനി ഇതിൽ കവിഞ്ഞ് എന്നാ പറഞ്ഞു തരാൻ അല്ലേ? ഒരു കച്ച സഹോദരി ഒരു കുഞ്ഞ് എഴുത്തെഴുതി. മോശം പറയരുതല്ലോ, ആത്മീയമായിട്ടാ എഴുതിയത്. എഴുതി ഒരു കൊച്ചു സഹോദരന് കൊടുക്കാൻ എഴുതിയതാ. അതിനകത്തൊരു ആത്മീയ ഗീതം കൂടെ അങ്ങോട്ട് ഫിറ്റ് ചെയ്തവള്. കേൾക്കണോ പാട്ട്? നിന്നെ ചാരുന്ന നേരത്ത് നീങ്ങുമൻ വേദന. അത്യാവശ്യ വേദന മാറിയേ നോക്കൂ. നീ ഗുണമല്ല, ഗുണമാകാൻ വളരെ പ്രയാസവുമാണ്. വളരെ ശ്രദ്ധിക്കണേ. കാമുകിയായവളോ ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവൾ. ഇങ്ങനെയുള്ളവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുകയില്ല. ഇങ്ങേ വശത്തിരിക്കുന്നവർക്കൊക്കെ ഒരു പ്രത്യേക സന്തോഷം. അങ്ങനെ അങ്ങോട്ട് കൊടു ഉപദേശി, അങ്ങോട്ട് കേക്കട്ടെ. അവത്തിങ് രണ്ടും കൊട്ടു ഉപദേശി കൊട്ട്. കാമുകനായവനോ
കേസില്ലാതെ നടക്കുമ്പോൾ തന്നെ അവരുടെ കൊലപാതകത്തിന് നീ കാരണക്കാരനാ കൊലപാതക. ആ നരകത്തിൽ പോകുന്നവരുടെ ലിസ്റ്റിൽ നിന്റെയും പേരുണ്ട്. കൊലപാതകർ, ബിംബാരാധികൾ, ഫോഷ്കിൽ പ്രിയപ്പെടുന്നവർ, ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെയും കാര്യമുണ്ട്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിത്യതയെ ഓർത്ത് നിന്റെ നിലവാരം സൂക്ഷിക്കാൻ പഠിക്കുക. കെട്ടുമുറുകുന്നതിന് മുമ്പ് കഴുത്തു മാറ്റാതാ നല്ലത്. കാമുകിയായവളോ ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവൾ. നല്ലേ ഞാനൊരിടത്ത് ഇത് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോ പിറ്റേ ദിവസം ഒരു അമ്മയ്ക്ക് ഈ ഭാഗം വല്ലാതങ്ങ് സന്തോഷമായി. അമ്മ എന്നെ പ്രത്യേകം കാണാമെന്ന് പറയാം. അവിടൊക്കെ വരുമ്പോ ചൊവ്വ അങ്ങ് തെളിയിച്ചേക്കണം. ഞാൻ ചോദിച്ചു, എന്തിനാ അമ്മ അവിടെ അങ്ങനെ വല്ലാതെ അങ്ങ് തെളിയിക്കുന്നു? പുള്ളിക്കാർ പറയുന്നത്, പിള്ളേരൊക്കെ അങ്ങോട്ട് മനസ്സിലാക്കട്ടെ. ഇപ്പൊ സഭകളിലൊന്നും ഇതൊന്നും പിള്ളേരെ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് കൊച്ചുങ്ങളെല്ലാം അങ്ങ് വഷളായ എൻ്റെ അപ്പ, വഷളായ എൻ്റെ അപ്പ. അമ്മ 10-65 കഴിഞ്ഞതാ. അമ്മയുടെ ഈ കാലത്ത് ആരായിരുന്നു അമ്മയ്ക്ക് തന്നെ അറിയാൻ വയ്യ. ഞാനേ അമ്മയോട് വളരെ പുഞ്ചിരിയോട് പറഞ്ഞമ്മേ, കൊച്ചുങ്ങൾ മാത്രമല്ല പ്രായമുള്ളവരും ഇതൊക്കെ ശ്രദ്ധിക്കണം. അതെന്താ? അതായത് ദാവീദിനും ശലോമോനും ഒക്കെ പ്രായമായപ്പോഴ അസുഖം കൂടിയെന്ന് ഞാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു, ഞാനേ ചായ എടുത്തോണ്ട് അങ്ങ് കയറിപ്പോയി. പിന്നെ അമ്മയ്ക്ക് ഇത് അധികം തെളിയിക്കണ്ട. ഇന്ന് രാത്രി കേൾക്കുന്നത് അകലെയാണോ തെളിച്ചും തെളിയിക്കാതെയും തെളിച്ചു ഒളിച്ചും ഒക്കെ വിവരം പഠിച്ചിരിക്കണം. ഇങ്ങനെയുള്ളവരുടെ പേര് ജീവന്റെ പുസ്തകത്തിലില്ല. അതിക്രമങ്ങളാൽ മരിച്ചവർ, പാപങ്ങൾ കടിമയായവർ, ലോകഗതികൾ കടിമയായി നീങ്ങുന്നവർ, വല്ലാത്ത ഭോഗേച്ഛക്കളായി നീങ്ങുന്നവർ, ഇങ്ങനെയുള്ളവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുകയില്ല. ഇന്ന് രാത്രി നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ? അങ്ങനെ ജീവൻ പ്രാപിച്ചവരുടെ പേരെഴുതുന്ന പുസ്തകമാ ജീവന്റെ പുസ്തകം. ആരുടെ പേരാണ് ജീവപുസ്തകത്തിൽ എഴുതുന്നത്? വായിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം 23-ാമത് വാക്യം. എബ്രായ ലേഖനം 12-ാം അധ്യായം 23-ാമത് വാക്യം. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അവധി സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്നത് ആദ്യജാതന്മാരുടെ പേരാ. ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ മുമ്പേ ഉണ്ടായവനല്ല. ഒരു വീട്ടിൽ 8 മക്കൾ, ആദ്യത്തെ ഒരു പൊട്ടൻ, അവന്റെ പേരങ്ങ് എഴുതുവെന്നല്ല അതിന്റെ അർത്ഥം. അവന്റെ പേരല്ല എഴുതുന്നത്, ആദ്യജാതന്റെ. ആദ്യജാതന്റെ ആരാ ആദ്യജാതൻ? പിള്ളയിൽ നിന്ന് ജനിച്ചവൻ പിള്ള, നായരിൽ നിന്ന് ജനിച്ചവൻ നായര്, രാവുത്തറിൽ നിന്ന് ജനിച്ചവൻ രാവുത്തർ, അയ്യരിൽ നിന്ന് ജനിച്ചവൻ അയ്യര്. അങ്ങനെയാണെങ്കിൽ ആദ്യജാതനിൽ നിന്ന് ജനിച്ചവൻ ആദ്യജാതൻ. ആരാ ആദ്യജാതൻ? ബൈബിൾ ആദ്യജാതനെ പരിചയപ്പെടുത്തുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 5-ാമത് വാക്യം വായിക്കൂ. ആദ്യജാതനെ പരിചയപ്പെടുത്തുന്നു. ശ്രദ്ധിക്കൂ.